നീയോ? നീ ഇതെപ്പോ വന്നു? ആ, ഞാൻ കുറച്ചായി വന്നിട്ട്. ഉമ്മടുത്തൊക്കെ വർത്താനമൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. പിന്നെ ഇക്കപ്പോൾ വരും? ഇക്ക ജോലിക്ക് പോയിരിക്കല്ലേ, വരുമ്പോൾ രാത്രിയാവുന്നു എനിക്ക് അറിഞ്ഞൂടെ. എന്തായാലും നീ പോകുന്നതിന് മുമ്പ് കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. വരുമ്പോൾ ലേറ്റ് ആവുമല്ലോ. എന്തെങ്കിലും പറയാനുണ്ടോ? ഞാൻ പറഞ്ഞോളാം. കാര്യമൊക്കെ ഉണ്ട്, ഇച്ചിരി സീരിയസ് ആയ കാര്യങ്ങളൊക്കെ തന്നെ. എന്തായാലും ഇക്ക വരട്ടെ, എന്നിട്ട് ഒന്നിച്ച് ഞാൻ പറയാം. എന്തായാലും ഞാനും ഇവിടെ കാണും. ശരിയെന്ന്. വിശക്കുന്ന്, ഞാനൊന്നും കഴിക്കാതെ എവിടുന്ന വന്നത്. ഞാൻ അപ്പുറത്തോട്ട് ചെല്ലട്ടെന്ന്. കാര്യം എന്താ നമുക്ക് പറയാൻ വയ്യ. എന്തായാലും പൊന്നുമോളെ, ഞാൻ പറയുന്നതിൻ്റെ അപ്പുറമൊന്നും നിന്റെ ആങ്ങളെ നിൽക്കത്തില്ല. എന്നാലും അവൾക്ക് എന്നോട് തുറന്ന് പറയാൻ വയ്യ. ആങ്ങളെ കാത്തിരിക്കുന്നു. ഇപ്പം നിന്റെ ആങ്ങളിപ്പം ശരിയാക്കി തരും. ആ, നീയോ? നീ ഇതപ്പോ വന്നു? ഞാനൊരു ഉച്ചയായപ്പോഴത്തേക്ക് വന്നിട്ടുണ്ട്. എന്താണ് അവിടുത്തെ വിശേഷം? എന്തൊക്കെയുണ്ട് അവിടെ? ആ, അവിടുത്തെ വിശേഷം പറയാതിരിക്കുന്നേ നല്ലത്. എനിക്ക് കുറച്ച് കാര്യങ്ങൾ തീരുമാനിക്കാനുണ്ട്. എൻ്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ നിൽക്കുകയല്ലേ. ഇക്ക വന്നിട്ട് ഒരു തീരുമാനം എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കാത്തിരിക്കുക. തീരുമാനം എന്ന് പറഞ്ഞാൽ എനിക്കിനി അവിടെ നിൽക്കാനൊന്നും വയ്യ. അത് വിശദമായിട്ട് ഞാൻ പറയാം. ഇക്ക വാ. അതെ, എനിക്ക് നല്ല ക്ഷീണമുണ്ട്. വിശേഷമൊക്കെ പിന്നെ പറയാം. എനിക്ക് നല്ല വിശപ്പുമുണ്ട്. വല്ലതും കഴിച്ച് സമാധാനത്തിൽ എന്താന്ന് വെച്ചാൽ പറയാം. വലിയ പ്രശ്നമൊന്നും അല്ലല്ലോ. ഇപ്പം ഇവനിങ്ങനെയാണ്. പണ്ടത്തെ ആളൊന്നും അല്ല. മറ്റേത് ആ വാതക്കെല്ലാം എത്തുമ്പോഴത്തേക്ക് ഉമ്മോന്നും പറഞ്ഞ് വിളിച്ചോണ്ട് വരുന്നവന് ഇപ്പം ആ വിളിയൊന്നുമില്ല. വല്ലതും ഇപ്പം സംസാരിക്കുന്നത് തന്നെ എന്തെങ്കിലും കാരണം ഉണ്ടെങ്കിൽ മാത്രം. അല്ലെങ്കിൽ മിണ്ടാട്ടോ ഇല്ല, ഒരു ചിരി പോലും അവൻ്റെ മുഖത്തൊന്നും കാണുന്നില്ല ഇപ്പം. ഒരുപാട് മാറിപ്പോയി അവനൊന്ന്. സാരല്ല അമ്മ, ജോലിയൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് വരുന്നതല്ലേ. സമാധാനത്തിൽ പറയാം. ആ, ഇനി എന്താണ് എനിക്ക് പറയാനുള്ളത്? പറ, കേൾക്കട്ടെ. എന്താണെങ്കിലും പെട്ടെന്ന് പറഞ്ഞു തീർക്കണം. പ്രശ്നം അവിടെ എല്ലാ ദിവസവും പ്രശ്നം തന്നെ. എൻ്റെ കല്യാണം കഴിഞ്ഞ നാളെ മുതൽ തുടങ്ങിയത്. ആദ്യമൊക്കെ എൻ്റെ അമ്മായിമ്മയെ കൊണ്ട് പ്രശ്നമുള്ളായിരുന്നു. അതെങ്കിൽ അത് പിന്നെ എല്ലായിടും ഉള്ളത് കൊണ്ട് തന്നെ നമ്മളും അതും കാര്യമാക്കി എടുത്തില്ല. ഇപ്പോൾ അമ്മായിമ്മയല്ല പ്രശ്നം, എൻ്റെ ഭർത്താവാണ് പ്രശ്നക്കാരൻ. ഇപ്പോൾ ഉമ്മയോട് ചേർന്ന് ഇപ്പം എന്നെ ഒറ്റപ്പെടുത്തിയിട്ട് രണ്ടും കൂടെ തുടങ്ങിയിരിക്കുകയാണ്. എല്ലാത്തിനും കുറ്റങ്ങളാണ്. എനിക്കതിന് ഇരുന്നാൽ കുറ്റം, നിന്നാൽ കുറ്റം, ഫോൺ ആരോട് ചെയ്താൽ കുറ്റം. അതെല്ലാം പോയിക്കോട്ടെ, എനിക്കൊരു ജോലി വരെ ശരിയായതാണ്. കഷ്ടപ്പെട്ട് പഠിച്ചൊരു ജോലി നേടിയിട്ടൊക്കെ മതി എന്നൊക്കെ അന്ന് നിങ്ങളുടെ അടുത്തൊക്കെ ഞാൻ പറഞ്ഞത്. നിങ്ങൾ ആരും കേട്ടില്ല. ഇപ്പം എനിക്കൊരു ജോലി വന്നപ്പോഴത്തേക്ക് അതിൻ്റെ പേരിലായി കുറ്റം. ശരി, എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാർക്ക് സമ്മതമല്ലേക്ക് ഞാൻ അത് ചെയ്യുന്നില്ല, പോകുന്നില്ല എന്ന് ഞാൻ വിചാരിച്ചതാണ്. എനിക്കിപ്പോൾ ഒരു ഫോൺ പോലും ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് എൻ്റെ ഉമ്മയോട് സംസാരിക്കണ്ടേ. അങ്ങനെ സംശയരോഗം കയറിയിരിക്കുകയാണ്. കൂടുതൽ പറയാനൊന്നുമില്ല. ഇപ്പോൾ എനിക്ക് ദേഹോപദ്രവം തുടങ്ങിയിട്ടുണ്ട്. സഹിക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ. ഭർത്താവിൻ്റെ ഉമ്മ പറയുന്നത് എങ്ങനെയെങ്കിലുമൊക്കെ നമുക്കത് തള്ളി നിൽക്കാന്നേ ഉള്ളൂ. ഭർത്താവും കൂടെ മാറിക്കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ ആരെ പ്രതീക്ഷിച്ച് അവിടെ ജീവിക്കേണ്ടത്? എനിക്കിനി പറ്റത്തില്ല. അതുകൊണ്ട് ഒരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വന്നത്. ഈ ബന്ധം എനിക്ക് എങ്ങനെയെങ്കിലും വേർപ്പെടുത്തണം. എൻ്റെ കാര്യം ഓർത്ത് ആരും വിഷമിക്കാൻ വേണ്ട. എനിക്ക് ആ ജോലിയുണ്ട്, ഞാൻ എങ്ങനെയെങ്കിലും ഞാൻ ജീവിച്ചോളാം. പക്ഷെ എനിക്ക് ആ തിരിച്ചാൽ വീട്ടിൽ പോകാൻ പറ്റത്തില്ല. അത്രയ്ക്ക് സഹി ഇട്ടിട്ടാണ് ഞാൻ വരുന്നത്. ക്ഷമിക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ. ഒരുപാട് ഞാൻ സഹിച്ചു. കല്യാണം കഴിഞ്ഞ് അന്ന് നാൾ മുതൽ തുടങ്ങിയതാണ് ആ തള്ളയുടെ പോര്. അതൊക്കെ നിങ്ങളുടെ ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങളെല്ലാം പറഞ്ഞു എല്ലായിടും ഉള്ളതാ, സഹിക്കുക എന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ സഹിച്ചു. ഇപ്പം എൻ്റെ ഭർത്താവും കൂടെ കൂടിയിരിക്കുക. ഞാൻ പിന്നെ ആരെ പ്രതീക്ഷ അവിടെ ജീവിക്കേണ്ടത്? അതുകൊണ്ട് ഞാൻ എടുത്ത തീരുമാനം, നല്ലോണം ആലോചിച്ചെടുത്ത തീരുമാനം, എനിക്ക് ഈ ബന്ധം ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അതിന് വേണ്ടിയിട്ട് ഞാൻ കൂടുതൽ വന്നത്. എങ്ങനെയെങ്കിലും എനിക്ക് ബന്ധം ഒന്ന് വേർപ്പെടുത്തി എൻ്റെ തലയിൽ നിന്ന് ഒഴിച്ചു തരണം എനിക്കിനി. ബന്ധം വേർപ്പെടുത്തിയിട്ട് നീ വേറെ കല്യാണം കഴിക്കാൻ പോകുന്നു? നിന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പം അധികം നാളൊന്നുമായിട്ടായില്ല. നിന്നെ കല്യാണം കഴിപ്പിച്ച എൻ്റെ കട ഇപ്പൊ തീർത്തി ഞാൻ വരുന്നതേ ഉള്ളൂ. ഇവിടെ സ്വർണം വിറ്റിട്ടാണ് ഇന്ന് ഒരാളുടെ കട ഞാൻ തീർത്തത്. പിന്നെ ഒരു കാര്യം, ഞാനിപ്പോൾ പഴയതുപോലെ ഒറ്റന്തടിയല്ല. എനിക്കൊരു ജീവിതമുണ്ട്, എനിക്കൊരു കുടുംബമുണ്ട്. എപ്പോഴും നിന്റെ പ്രശ്നം തീർക്കലല്ല എൻ്റെ സമയം. പിന്നെ ഒരു കാര്യം,
എല്ലാ വീട്ടിലും വഴക്കും ഒക്കെ പ്രശ്നങ്ങളുള്ളത് എന്നും പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് ഓടി വന്നിട്ട് ബന്ധം വേർപ്പെടുത്തണമെന്നൊക്കെ പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമില്ല. എന്നെ കണ്ടുകൊണ്ട് നീ ഒന്നിനും ഇറങ്ങി തിരികെ വേണ്ട. പറഞ്ഞു മനസ്സിലായോ? ഡാ, നീ ഇതെന്ത് വർത്താനമാണ് നീ പറയുന്നത്? അവൾക്കൊരു പ്രശ്നം വന്നാൽ പിന്നെ അവൾ എങ്ങോട്ടാ പോകേണ്ടത്? നിന്റെ അടുത്തല്ലേ ഒന്ന് പറയേണ്ടത്? നീ അല്ലാതെ പിന്നെ അവൾക്ക് ആരുണ്ട്? അവൾക്കൊരു പ്രശ്നം വന്നാൽ പരിഹരിച്ചു കൊടുക്കേണ്ടത് നീയല്ലേ? നീ തന്നെ ഇത് എന്തീ കാണിക്കുന്നത്? കുറച്ച് നാളായി നിന്റെ സ്വഭാവത്തിൻ്റെ മാറ്റങ്ങളൊക്കെ വന്ന് തുടങ്ങിയിട്ട്. അത് പിന്നെ ഞാനൊന്നും പറയുന്നില്ല എന്ന് വിചാരിച്ചുകൊണ്ട് നീ ഒരുപാട് ആകരുത്. അവൾക്കൊരു പ്രശ്നം വന്നാൽ നീ അല്ലാതെ ആരുമില്ല അവൾക്ക്. അതുകൊണ്ട് അവൾ പറയുന്നത് നീ ഒന്ന് ആലോചിച്ചിട്ട് ഒരു തീരുമാനം നീ എടുക്ക്. അല്ലാതെ നീ അന്യരെ പോലെ പെരുമാറാതെ. പിന്നെ ഞാൻ എന്തോ വേണ്ടത്? എന്തോ ഞാൻ പറയേണ്ടത്? ഇപ്പം ഇവള് പറയുന്ന പോലെ ബന്ധം വേർപ്പെടുത്തി കൊടുക്കുക, എന്നിട്ട് ഇവിടെ നിർത്തുക. കുറച്ച് നാൾ കഴിയുമ്പോൾ എന്തായാലും അവളെ കല്യാണം കഴിപ്പിക്കണമല്ലോ, കല്യാണം കഴിപ്പിച്ച് തരണം. എന്നിട്ട് അവിടെ ഇതേപോലെ പ്രശ്നമാകുമ്പോൾ അവൾ ഇതേപോലെ വരും, ബന്ധം വേർപ്പെടുത്താന്ന് പറയും. ഇത് തന്നെയാണോ എന്റെ ജോലി? അവളെ കല്യാണം കഴിപ്പിക്കുക, അവിടെ ബന്ധം വേർപ്പെടുത്തുക, എനിക്ക് ജീവിക്കണ്ടേ? അല്ല, എന്താ ഇതിന് തീരുമാനം എന്താ ഞാൻ പറയേണ്ടത്? ചില പ്രശ്നങ്ങളൊക്കെ അങ്ങനെയാ പറഞ്ഞു തീർക്കേണ്ടി വരും. അല്ലാതെ ചുമ്മാ ബന്ധം ഏർപ്പെടുത്തെന്ന് പറഞ്ഞ് എന്നിട്ട് ഇറങ്ങി ചെയ്യല വേണ്ടത്. എന്റെ കൂടെ ഇതൊന്നും പറ്റത്തില്ല. അതുകൊണ്ടാണ് എനിക്കും ഇതിനൊന്നും വയ്യ. എന്നെ വെറുതെ വിട്ടേരെ. എനിക്കൊരു ജീവിതം ഉള്ളതാ. എന്റെ സ്വസ്ഥത സമാധാനം കളയരുത്. എൻ്റെ ഒരു അഭിപ്രായം ഞാനിവിടെ പറയാം. അത് ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഉമ്മാക്ക് എന്നോട് ദേഷ്യമൊന്നും തോന്നരുത്. നാത്തൂന് എന്ത് കണ്ടിട്ടാണ് ഈ ബന്ധം വേർപ്പെടുത്തലെന്ന് പറയുന്നത്? ഒരു ജീവിതം ഉണ്ടാക്കി തരാനായിട്ട് എന്ത് പാടുപെട്ടിട്ടാണ് നിങ്ങളുടെ ആങ്ങളെ ഇത് ഒരു ജീവിതം ഉണ്ടാക്കി തന്നത്. അവരവരുടെ ജീവിതം അവരവരുടെ കയ്യിലായിരിക്കുന്നത്. പിന്നെ പുതിയൊരു അറിവൊന്നും അല്ലല്ലോ ഈ അമ്മായിമ്മ പോരെന്ന് പറഞ്ഞത്. ഇതെല്ലായിടും ഉള്ളതൊക്കെ തന്നെയാണ്. അത് കണ്ടില്ല കേട്ടില്ലെന്നൊക്കെ പറഞ്ഞാൽ സഹിക്കുക. പിന്നെ ഭർത്താവിനെ മാറ്റിയെടുക്കേണ്ട ചുമതല നാത്തൂൻ്റെ കയ്യിലിരിക്കുന്നതാണ്. അത് ഒരു പെണ്ണിൻ്റെ മിടുക്കോലിരിക്കും. അതാണ് ചെയ്യേണ്ടത്. ബന്ധം വേർപ്പെടുത്താന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് തന്നെയാണ്. ബന്ധം വേർപ്പെടുത്തിട്ട് ഇത്താണ് ഉദ്ദേശം എന്താണ്? ഇവിടെ കയറി നിൽക്കാനോ? അങ്ങനെ ഇത്തേ നിർത്താൻ പറ്റുമോ? കുറച്ചാൾ കഴിയുമ്പോഴത്തേക്ക് പിന്നെയും കല്യാണം കഴിക്കണം. ആങ്ങളെ പറഞ്ഞതുപോലെ തന്നെ. അതിനെക്കാട്ടി നല്ലത് ഭർത്താവിനെ മാറ്റിയെടുക്കുക എന്നാണ്. അമ്മായിമ്മ പോരും അത് കണ്ടില്ല കേട്ടില്ലെന്ന് കടിച്ചാൽ മതിയെന്നേ. അവർ കൊല്ലത്തൊന്നും ഇല്ലല്ലോ. ഞങ്ങളൊന്ന് ജീവിച്ചോട്ടെ. ഞങ്ങൾ ജീവിതം തുടങ്ങി വരുന്നതേ ഉള്ളൂ. 100 പ്രശ്നങ്ങളുണ്ട്. അതിൻ്റെ ഇടയ്ക്കാണ് നാത്തൂൻ്റെ പ്രശ്നങ്ങളായിട്ട് വരുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ വഴിക്ക് വിടും. ഇത് എന്നും കൊന്നും നാത്തൂൻ്റെ പ്രശ്നം തീർക്കാനല്ല ഞങ്ങളുടെ ജോലി. ഒരു ജീവിതം ഉണ്ടാക്കി തന്നത് അത് എങ്ങനെയെങ്കിലുമൊക്കെ ജീവിക്കുക. ചുമ്മാ പ്രശ്നമാണെന്ന് പറഞ്ഞ് ഓടി ഇങ്ങോട്ട് വരികയല്ല ചെയ്യേണ്ടത്. ബാക്കിയൊക്കെ നിങ്ങളിഷ്ടം. എനിക്കിത്രയേ ഉള്ളൂ പറയാൻ. ഞങ്ങളുടെ ജീവിതത്തിൽ സമാധാനക്കേട് ഉണ്ടാക്കരുത്. എനിക്കത്രേ ഉള്ളൂ പറയാൻ. വേണ്ട, നിങ്ങൾ തമ്മിൽ എന്തിനാ അങ്ങനെ ഒരു സംസാരം ഉണ്ടാകുന്നത്? ഇക്ക പറഞ്ഞത് എന്താ തെറ്റ്? ഞാൻ ഓർത്തില്ല. അല്ലെങ്കിലും എനിക്കൊരു ആലോചന കണ്ടുള്ള തീരുമാനം എനിക്കില്ലല്ലോ. എടുത്ത് ചാടി ഒരു തീരുമാനമല്ലേ എനിക്ക് എപ്പോഴും ഉള്ളതായിട്ടുള്ളൂ. സാരമില്ല, ചിലപ്പോൾ ഇതൊക്കെ പറഞ്ഞു തീർക്കാവുന്ന പ്രശ്നങ്ങളൊക്കെ തന്നെയുള്ളൂ. അത് ഞാൻ ഡീൽ ചെയ്തോളാം. കുഴപ്പമൊന്നുമില്ല. ഇക്ക പോയി കിടന്നു. ജോലി ചെയ്തൊക്കെ ക്ഷീണിച്ച് വരികയല്ലേ. ഇനി വെറുതെ സംസാരിച്ച് സമയം കളഞ്ഞെന്തിനാ? ഞാൻ നാളെ തന്നെ പോവും. ഞാൻ രാവിലെ തന്നെ പൊക്കോളാം. അവിടെ എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം. പോയി കിടന്നു. ഉമ്മാക്ക് എന്തോ പറയണ്ടെന്നും എനിക്കറിയില്ല മോളെ. പിന്നെ നീ എന്ത് തീരുമാനം എടുത്താലും ഈ ഉമ്മ ഉണ്ട് നിൻ്റെ കൂടെ. അതെന്ത് തീരുമാനമായാലും നീ വിഷമിക്കണ്ട. അവൻ നിന്നെ തള്ളിക്കളഞ്ഞെങ്കിലും എനിക്ക് നിന്നെ തള്ളിക്കളയാൻ പറ്റില്ലല്ലോ. നിനക്കൊരു പ്രശ്നം വന്നാൽ പിന്നെ ഞാനെങ്കിലും നിൻ്റെ കൂടെ നിൽക്കണ്ടേ? മോക്ക് നാളെ അവിടെ പോകണമെന്നാണെങ്കിൽ ഉമ്മയും കൂടെ നാളെ കൂടെ വരാം. ഞാൻ സംസാരിക്കാം അവരോട്. അവർക്ക് എന്താ പ്രശ്നമെന്ന്, നിന്നെക്കൊണ്ട് അവർക്ക് എന്താ പ്രശ്നമെന്ന് ഉമ്മ ചോദിച്ച് മനസ്സിലാക്കാം. ഞാൻ വരും മോടെ കൂടൊപ്പം. എന്താ പോരെ? എനിക്ക് നിൻ്റെ കാര്യം ഓർത്തിട്ടിപ്പോൾ ഒട്ടും സമാധാനമില്ല മോളെ. അതിൻ്റെ കൂടെ ഇവൻ്റെ ഈ പെരുമാറ്റം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഇവൻ ഇത്രയ്ക്ക് അങ്ങ് മാറിപ്പോയോ? ഉമ്മ എന്തെങ്ങനെ വിഷമിച്ചിരിക്കുന്നേ? ഞാനുള്ള കാര്യം തന്നെ പറഞ്ഞു. അതിന് മാറ്റമൊന്നുമില്ല. ഞാൻ നാളെ തന്നെ പോകും. നല്ല ചമ്മലുണ്ട് എനിക്ക് അങ്ങോട്ട് പോകാനേ. കാരണം ഞാൻ വെല്ലുവിളിച്ചിട്ട് ഇറങ്ങിയതാണ് എൻ്റെ ആങ്ങളുടെ ധൈര്യത്തിൽ. ഇപ്പം അതൊന്നും നടക്കത്തില്ലല്ലോ എന്നൊരു തിരിച്ച് ചെല്ലുമ്പോൾ ഒരു ചമ്മലൊക്കെ എനിക്കുണ്ട്.
എന്നാലും സാരമില്ല. ഞാനിനി എന്ത് സഹായിക്കാൻ ഞാൻ തയ്യാറാണ്. ഒട്ടും ഞാൻ പ്രതീക്ഷിക്കാത്തതാണല്ലോ ഇപ്പോൾ ഇവിടെ നടന്നത് തന്നെ. അവിടെ നടന്നതിനെക്കാട്ടും കൂടുതലും എനിക്ക് വിഷമമായത് ഇക്കയുടെ ഈ പെരുമാറ്റം തന്നെ. സാരമില്ല അമ്മ, ഇനി അവിടെ കിടന്ന് അവരുടെ തള്ളയുടെയും മോൻ്റെയും ചവിട്ട് കൊണ്ട് മരിക്കേണ്ടി വന്നാലും ഞാനിനി ഇങ്ങോട്ട് വരില്ല. ഇവിടെ ഞാൻ ആരെ തേടിയാണ് വരേണ്ടത്? എൻ്റെ ഒപ്പം കൂടെ നിൽക്കുന്ന ആങ്ങളെ ആണെന്ന് കരുതിട്ട് ഞാൻ ധൈര്യത്തോടെ വന്നത്. ഇപ്പം എനിക്കതും പോയി കഴിഞ്ഞു. ആരെയും കുറ്റം പറയാൻ പറ്റില്ല അമ്മ. എല്ലാവർക്കും അവരുടെ ജീവിതമല്ലേ വലുത്. അത് ഞാൻ മനസ്സിലാക്കാൻ വൈകിപ്പോയി. എനിക്കിപ്പോൾ അത് മനസ്സിലാക്കി തന്നല്ലോ. ഉമ്മ വിഷമിക്കേണ്ട. ഉമ്മാക്ക് എന്നെ കാണുമെന്ന് തോന്നുമ്പോൾ ഉമ്മ അങ്ങോട്ട് വന്നാൽ മതി. ഞാൻ പിണങ്ങി പോകുമെന്നല്ല. അവരെന്നെ എപ്പോഴും ഇങ്ങോട്ട് വിടില്ല എനിക്കത്. പക്ഷേ ഇപ്പം ഞാൻ മനസ്സിലാക്കുകയാണ്, എൻ്റെ വാപ്പ ഉണ്ടായിരുന്നെങ്കിലും ആങ്ങളമാരായിട്ടല്ലേ നിൽക്കാൻ പറ്റും. എൻ്റെ വാപ്പ ആകാൻ പറ്റില്ലല്ലോ. എൻ്റെ വാപ്പ മരിച്ചതിന് ശേഷം എനിക്കൊരു വാപ്പയില്ലാത്തൊരു വിഷമം എനിക്ക് ഉണ്ടായിട്ടില്ലായിരുന്നു. അന്നൊക്കെ എൻ്റെ എല്ലാ കാര്യത്തിനും എനിക്ക് കൂടെ നിൽക്കുമായിരുന്നു. എപ്പോഴും അങ്ങനെ നമ്മൾ കരുതരുതല്ലോ. വിഷമിക്കണ്ട. ഇനി അവിടെ എന്തെന്ന് വന്നാലും ഞാൻ സഹിച്ചോളാം. ആശ്രയിക്കാൻ ആരും ഇല്ലാത്തവർക്ക് അതല്ലേ. ഇപ്പം ഇനി ഉറക്കൊഴിയണ്ട. ഞാനിപ്പോൾ വന്നോളൂ. പോയി കിടന്നോ. ചെല്ല്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? നാളെ എനിക്കൊരു പ്രശ്നം ഉണ്ടായാൽ, കല്യാണം കഴിഞ്ഞാൽ ഓരോരുത്തരുടെ ജീവിതത്തിൽ ഓരോ പ്രശ്നങ്ങളും ഉണ്ടാവുമല്ലോ. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായാൽ ഇക്ക എൻ്റെ കൂടെ ഉണ്ടാവും? പിന്നെ ഞാനുണ്ടാവും. എന്ത് പ്രശ്നം ഉണ്ടായാലും നിന്റെ കൂടെ ഞാനില്ലേ. ഇനിയിപ്പോൾ നിന്നെ കല്യാണം കഴിച്ച വീട്ടില് നീയായിട്ടുള്ള പ്രശ്നം ഉണ്ടാക്കിയിട്ട് നിന്റെ ഭാഗത്ത് ഞാൻ നിൽക്കത്തുള്ളൂ. അതുകൊണ്ട് നീ മനസ്സിൽ തന്നെ കുറിച്ചുണ്ടോ, നിനക്ക് എന്ത് പ്രശ്നം വന്നാലും സങ്കടം വന്നാലും ഞാനുണ്ട് കൂടെ. അതുകൊണ്ട് നിനക്ക് ധൈര്യത്തിൽ തന്നെ നിനക്ക് ജീവിക്കാം. ഞാനുണ്ടാവും, ആരില്ലെങ്കിലും.